പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അറുന്നൂറ്റിമംഗലത്ത് നടന്നു വന്നിരുന്ന മണ്ണെടുപ്പ് നാട്ടുകാർ ഫെബ്രുവരി 12 ശനിയാഴ്ച തടഞ്ഞിരുന്നു. ഇത്തരം ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എന്നാൽ മണ്ണെടുപ്പ് തടഞ്ഞവരെ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തിയായി കാട്ടി ഫെബ്രുവരി 14 തിങ്കളാഴ്ച ഇതേ നാട്ടുകാർ SP അടക്കമുള്ളവർക്ക് പരാതി നൽകി. ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. അറുന്നൂറ്റിമംഗലത്ത് സ്വകാര്യ വ്യക്തി നടത്തിവന്ന മണ്ണെടുപ്പ് തങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. മണ്ണെടുപ്പ് തടഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളിലേക്ക്. തൽക്കാലം പ്രശ്നം സംസാരിച്ച് തീർത്തിട്ട് മണ്ണെടുത്താൽ മതി. ഈ വണ്ടി ആരുടോ? ഈ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കണം കേട്ടോ. മണ്ണിപ്പം എടുക്കണ്ട. അതാ പറഞ്ഞത്, ഒരു ഇഷ്യൂ ഉള്ളപ്പോൾ അനുവാദത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ ഇഷ്യൂ സോൾവ് ചെയ്യണം. ഏത് രീതിയിലുള്ള ഇഷ്യൂ ആണ് അത് സോൾവ് ചെയ്യണം. ഞങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരുടെ പ്രശ്നം പറയുമ്പോൾ അതിനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് നിയമപരമായിട്ട് എടുക്കാനുള്ള അർഹതയാണ്, നിങ്ങൾക്ക് എടുക്കാം. അവരിപ്പോ അതിനെ സമ്മതിക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായ അടുത്ത അധികാരപ്പെട്ട കേന്ദ്രങ്ങൾ അതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കി നാളെ എടുക്കാം. ഇപ്പൊ ഈ വണ്ടി നേരെ സ്റ്റേഷനിൽ പോകാൻ കേട്ടോ. കേസ്പുരം കരയിൽ അറുന്നൂറ്റിമംഗലം മലകയറ്റം പള്ളിയുടെ തെക്കുവശം ആണ് സ്പോട്ട്. ഇവിടുന്ന് ഒരു 300 അടിക്ക് മേളിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്ന. മലയുടെ മേളിലാണ്. ഞങ്ങൾക്ക് വെള്ളം പറ്റും, പിന്നെ പൊടിയുടെ ശല്യം, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഇവരോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ട് ഞങ്ങൾ പരാതി കൊടുത്തു. എന്നിട്ടൊന്നും വില്ലേജിൽ കൊടുത്തു, തഹസീൽദാർക്ക് കൊടുത്തു. എന്നിട്ട് നടപടിയായില്ല. എന്നിട്ട് അവരവിടുന്ന് ഇവർക്ക് പെർമിറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഇന്ന് കൊണ്ട് RDOയ്ക്ക് പരാതി കൊടുത്തു. RDO ഞങ്ങളുടെ കയ്യിൽ പരാതി വില്ലേജിൽ കൊടുത്തിട്ട് റിപ്പോർട്ട് മേടിച്ച് ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ എന്നിട്ട് കടുത്തെത്തി എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ അത് വരാനോ ഒന്നും തയ്യാറായില്ല. ഞാൻ വില്ലേജ് ഓഫീസർക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും RDOയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ RDO വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചു. അന്നേരം പെട്ടെന്ന് തന്നെ കഴിവും നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞു റിപ്പോർട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ലാതെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് ഞങ്ങൾ തുനിഞ്ഞത്, ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ പേര് തോമസ് അബ്രാഹം, ആറാക്കപ്പടവിൽ, അറുന്നൂറ്റിമംഗലം. ചേച്ചി തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താ? പരാതിക്കകത്ത് 10-20 പേര് ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 25 പേര് ഒപ്പിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് 25 പേര് കറക്റ്റ് ഒപ്പിട്ടുണ്ട്. ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആക്ഷൻ കൗൺസിലിന്റെ ഇതിലാണ് ഇന്ന് പരാതി കൊടുക്കുകയും ചെയ്തത്. ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അതിന്റെ ഇതായിട്ടാണ് നമ്മളും തടഞ്ഞത്. ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറാണിത്, ജോയിന്റ് കൺവീനറാണിത്. ആക്ഷൻ കൗൺസിലിന്റെ സെക്രട്ടറിയാണിത്. ചേട്ടന്റെ പേരെന്താ? NJ ജോർജ്, നരിക്കുഴിയിൽ, കേസ്പുരം. കുടിവെള്ളത്തിന് ക്ഷാമം വരും. പിന്നെ പൊടി കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും നിവൃത്തിയില്ല. ഇന്ന ദിവസം മുഴുവൻ ഞാൻ കിടക്കുമായിരുന്നു. പുറത്തിറങ്ങിയാൽ എനിക്ക് തൊണ്ട വരളുക, തലവേദന എടുക്കുക, ആകെ അസ്വസ്ഥത, പൊടിയുടെ ശല്യം കൊണ്ട് പൊടി സഹിക്കാൻ പറ്റുന്നില്ല.